ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിളിക്കുമ്പോഴൊക്കെ ദുർഗയുടെ കാര്യം തന്നെയാ സൗദാമിനി പറയുന്നത്. പാവം കുട്ടി. അതിപ്പോ ദുർഗയുടെ അമ്മ ജയശ്രീയും ഒരു പാവം തന്നെയായിരുന്നു. കോളേജിൽ എന്ത് ആക്റ്റീവായിരുന്നു, എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ കാണും. പോലീസിൽ ജോലി കിട്ടിയിട്ടും എല്ലാവരെയും സഹായിക്കുന്ന പരിപാടി നിർത്തിയില്ല. അങ്ങനെ എല്ലാരെയും സഹായിക്കുമ്പോ അതിഷ്ടമാവാത്ത ആൾക്കാരും കാണുമല്ലോ. അങ്ങനെ എന്തൊക്കെയോ അലിഗേഷൻസിൽ പെട്ടുപോയതാ പാവം. ഹലോ, എന്റെ സിന്ധു ലീവ് കിട്ടാത്തോണ്ടല്ലേ ഞാൻ വരാത്തത്. നിങ്ങൾ വെറുതെ പറയുവാ. 1-2 ദിവസമൊക്കെ നിങ്ങൾ വിചാരിച്ചാ എന്തെങ്കിലും നുണ പറഞ്ഞൊന്ന് വന്നിട്ട് പോകുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഞാൻ പറന്നവിടെ എത്തും. എന്ത് പോരെ പോരെ. ഇവിടുത്തെ മോട്ടോർ കംപ്ലൈന്റാ, അത് നന്നാക്കുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായി? അയ്യയ്യേ, അത് ഞാൻ രാഘവനെ വിളിച്ച് പറഞ്ഞല്ല. അവൻ വന്നില്ലേ? ഇവിടെ ആരും വന്നില്ല. അയ്യോ, സത്യമായിട്ട് സിന്ധു ഞാൻ വിചാരിച്ച അവൻ വന്നല്ല ശരിയായി കാണുമെന്നാ. ഇവിടെ ആരും വന്നിട്ടില്ല. ഇനി ഞാനത് കിണറ്റിലിറങ്ങി ശരിയാക്കണോ? അയ്യോയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ. നീ എന്റെ ചങ്കാണ്. ഞാനൊരു കാര്യം ഒന്നുകൂടെ രാഘവനെ വിളിച്ച് പറയാം. അടുക്കളയിലെ ട്യൂബ് കിടന്ന് മിന്നുവാ, അത് മാറാനോ? അത് ഞാൻ ശരിയാക്കി തരാം. എന്താ പോരെ, അത് ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് ഇതൊക്കെ ശരിയാക്കിട്ട് പോയാലെന്താ? എന്നെ പൊന്നു സിന്ധു, വരാൻ പറ്റിയാ ഞാൻ വരൂലേ? നിങ്ങൾ വരില്ല. ഈ വീടിന് പുറത്തിറങ്ങിയാ പിന്നെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല. എന്റെ പൊന്നു സിന്ധു, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ്. ഞാൻ ഒരു സത്യം പറയട്ടാ, സത്യം പറയട്ടാ. അതെ, ഇപ്പൊ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്റെ മനസ്സ് മൊത്തം നീയാണ്. ഊണിലും ഉറക്കത്തിലും എല്ലാം നീയാണ്. അതെന്ത് സിന്ധു അങ്ങനെ? ആണോ? ഇഷ്ടം കൊണ്ടായിരിക്കും അല്ലേ? ആയിരിക്കും. അതെ, ചിലപ്പോ ആയിരിക്കും. അതെ, ഞാൻ വിളിക്കാമേ. എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട്. മോട്ടന്റെ കാര്യം വിളിച്ചു പറയാൻ മറക്കണ്ട. ശരി, ഞാൻ ഇപ്പൊ പറയാ മാത്രമല്ല അവന് 2 ചീത്ത വരെ കൊടുക്കും. ആയിക്കോട്ടെ. കുട്ടേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. വാ കുട്ടേട്ടാ, എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം. എന്ത്? ഇവിടത്തെ മോട്ടോർ അടിച്ചു പോയാ? മോട്ടറോ? അത് വേറെ കഥ. മോള് പറ, എന്താണ് വേണ്ടത്? ദേ, ഈ കത്ത് കണ്ടോ? ഇതിന്റെ പല ഭാഗങ്ങളും പഴക്കം കൊണ്ട് മാഞ്ഞു പോയിട്ടുണ്ട്. ദേ, ഇതൊന്ന് നമുക്ക് ചികഞ്ഞെടുക്കണം. പ്രത്യേകിച്ച് അഡ്രസ്, ആരാണ് അയച്ചത്, ആർക്കാണ് അയച്ചത്, അതൊക്കെ അറിയണം. അത് നമുക്ക് ശരിയാക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കക്ഷി എന്റെ കയ്യിലുണ്ട്. ഞാൻ നേരിട്ട് പോയി സംസാരിച്ച് വിവരങ്ങൾ തിരക്കാം. എന്ത് പോരെ? അത് മതി. ദേ, പിന്നെ കിരൺ അറിയണ്ട. മനസ്സിലായി. ഞാൻ പറയില്ല. ആളെ നമ്മൾ കണ്ടുപിടിച്ച് ഉറപ്പിച്ചിട്ട് മുന്നിൽ കൊണ്ട് നിർത്തി കൊടുക്കും. എന്ത് മതി? പോരെ? ശരി. അല്ല മോളെ, ഞാൻ എന്തായാലും പോകുന്ന വഴിക്ക് ഒന്ന് വീട്ടിൽ കയറിയിട്ട് വരാം. മോട്ടർ കേടായി, ലൈറ്റ് മിന്നണു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. അല്ല, ചേച്ചിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? അയ്യോ, അതല്ല, ഞാൻ അവളെ ഒരുപാട് പ്രാവശ്യം വിളിച്ചതാ. പക്ഷെ അവള് വരൂല. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ശരി.